പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറാത്ത വചനം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ കർത്താവിന് വേണ്ടി ഉറപ്പിക്കുന്നു. അതായത് ഈ ലോകത്ത് ആളുകള് പല വിധത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലിടുന്നു, അല്ലേ? നമ്മൾ വിശുദ്ധരാണോ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ? ചിലർ ചോദിക്കുന്ന ചോദ്യം, കർത്താവ് ഇപ്പോൾ വന്നാൽ നിങ്ങൾ പോകുമോ? നിങ്ങൾ യോഗ്യരാണോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ? അപ്പൊ ഈ പലതരത്തിലുള്ള ചോദ്യങ്ങൾ. അതിനപ്പുറമായി ഇന്ന് ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ അതായത് സമൂഹത്തില് ഇന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആ തരത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ അതിൻ്റെതായ നിലയിൽ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടാൻ സാധിക്കും. അതിന് നമുക്ക് ആവശ്യം ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അകത്ത് കർത്താവ് വസിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് എന്നാ വചനം പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ നമ്മുടെ സമാധാനം. യേശു നമ്മുടെ സമാധാനമാണ്. അപ്പൊ യേശു നമ്മുടെ സമാധാനമായി മാറി നമുക്കൊന്നിനും മുട്ടില്ലാതെ വേണം നമ്മളെ നടത്തുന്നത്. ഒന്നിനും മുട്ടില്ലാതെ ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുക. ഒരു കാരണവശാലും ഒന്നിനെ കുറിച്ചും നിങ്ങൾ ഭാരപ്പെടണ്ട. ഒന്നിനെ കുറിച്ചും. കാരണം യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിൽ നാം പാപപരിഹാരത്തിന്, നിത്യജീവന് വേണ്ടി കൊടുക്കേണ്ട സകല വിലയും യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട് കഴിഞ്ഞു. അതെ, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പൊ അവിടെ ആ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതായ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പ്രവർത്തികൾ. നിങ്ങൾ ചെയ്യണം, അത് ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇത് ചെയ്താൽ അങ്ങനെ കിട്ടും. അതുകൊണ്ട് നമ്മളത് ചെയ്യാനായിട്ട് ഓടി നടക്കും. പക്ഷെ നമ്മൾ ഇതാണ് എന്ന ട്രൂത്ത് തിരിച്ചറിയുക എന്നുള്ളതാണ് വചനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദൈവവചനത്തില് പറയുന്നത് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതായത് ഞാൻ ജഡപ്രകാരമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഒരാൾ എന്നോട് പറയുമ്പോൾ ഞാൻ ചെവി കൊണ്ടാണ് കേൾക്കുന്നത്. ഒരു വ്യക്തി എന്നോട് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ ആശയവിനിമയം നടത്തുന്നത് ഞാൻ എൻ്റെ നാവിലൂടെ, എൻ്റെ ശബ്ദത്തിലൂടെ. ജഡപ്രകാരമാണ് ഞാൻ കാര്യങ്ങളെ അറിയുകയും ഈ ഭൂമിയിൽ ജീവിക്കുകയും ചലിക്കാനായിട്ട് ഞാൻ എൻ്റെ കാലുകൾ ഉപയോഗിക്കുന്നു, പ്രവൃത്തി ചെയ്യാനായിട്ട് എൻ്റെ കരങ്ങൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ പ്രയോറിറ്റി, അതായത് എനിക്കൊരു കാര്യം അറിയാം, ഈ ഫിസിക്കൽ റലത്തെക്കാൾ സ്പിരിച്വൽ വേൾഡ് ഈസ് സോ റിയൽ. സ്പിരിച്വൽ വേൾഡ്, ആത്മമണ്ഡലം, ആത്മീക ലോകം ഭൗതിക മണ്ഡലത്തെക്കാൾ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. ആ തിരിച്ചറിവ് നമ്മുടെ അകത്ത് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്കുണ്ടാകുന്ന ഭൗതിക വിഷയങ്ങളെ ഭൗതികമായി കൈകാര്യം ചെയ്യാതെ ആത്മതലത്തിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അവിടെ യേശു പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ, യേശു ക്രിസ്തു ആണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് വന്നില്ലേ? മത്തായി സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ലഭിച്ച പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും. അതായത് ഈ ഒരു കീ നമുക്കറിയാലോ,
നമുക്ക് നമ്മുടെ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഫോർമുലാസ് പഠിക്കാം, അതൊരു കീയാണ്. ബാക്കിയല്ല അതിനോട് ചേർന്ന് വരുന്ന എല്ലാ പ്രവർത്തികളും ചെയ്യാനായിട്ട്, എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കും. ഇവിടെ താക്കോല് തരിക. എന്താ താക്കോൽ? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ്. അതായത് അവിടെ എല്ലാം അറിയപ്പെട്ടിരുന്ന അനുസരിച്ച് മറിയുടെയും യോസഫിന്റെയും മകൻ, അവന്റെ സഹോദരങ്ങൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. അതൊക്കെയായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സംഭവം. അങ്ങനെ ഇരിക്കെ പത്രോസ് പറയുകയാണ്, നിന്നെ ഞാൻ ശരീരപ്രകാരം കാണുന്നുവെങ്കിലും നിന്നെക്കുറിച്ചുള്ള എന്റെ വെളിപ്പാട് അനുസരിച്ച് യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ്. യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോ യേശുവിനെ കുറിച്ച് നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടോടുകൂടെ പത്രോസ് നിൽക്കുമ്പോൾ അവിടെ യേശു പറയുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് കീ. അതാണ് കീ, അതാണ് താക്കോൽ. എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനിൽ വസിക്കുന്നു. അതായത് മനുഷ്യപുത്രൻ എന്നാണ് യേശു എല്ലായിടത്തും പറയുന്നത്, അല്ലെ? മനുഷ്യപുത്രന് പാപത്തെ മോചിപ്പാൻ അധികാരം ഉണ്ട് എന്നവരറിയേണ്ടത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രൻ. അപ്പൊ അവിടെ മനുഷ്യപുത്രനായി കാണുന്ന എന്നിൽ ദൈവത്തിന്റെ, അതായത് ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവസ്വരൂപം എന്റെ അകത്തുണ്ടെന്ന് നിനക്ക് കാണാൻ സാധിച്ചില്ലേ? ദാറ്റ് ഈസ് ഗ്രേറ്റ് റെവലേഷൻ. അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന ഗുണം എന്താ? നിന്റെ അകത്തും ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്നുള്ള വെളിപ്പാട് നിനക്ക് വരുന്നൊരു സമയം വരും. ഇപ്പോഴ് നിനക്കിത് പിതാവ് വെളിപ്പെടുത്തി തന്ന നമുക്കറിയാം. പിതാവ് നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്നില്ല. പിതാവ്, യോഹന്നാന്റെ സുവിശേഷം 14 അങ്ങനെ പറയുന്നുണ്ട്, ഞാനും പിതാവ് നിങ്ങളുടെ വന്ന് വസിക്കുന്നു. പക്ഷെ ഞാനും പിതാവും നിങ്ങളുടെ അകത്ത് വന്ന് വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യേശു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം, യേശു ഒന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നില്ലായിരുന്നു. ഈ ആത്മാവ് വരുമ്പോഴാണ് പിതാവും പുത്രനും എന്റെ അകത്ത് വസിക്കുന്നു എന്ന ബോധ്യം എന്റെ അകത്ത് വരുന്നത്. ആത്മാവ് എന്റെ അകത്ത് വരും. ആത്മാവിനാലാണ് ആ ബോധ്യം എനിക്ക് കിട്ടുന്നത്. അപ്പൊ യേശു ക്രിസ്തു പത്രോസിനോട് പറയാം, പത്രോസേ, പിതാവ് വെളിപ്പെടുത്തി. പക്ഷെ പിതാവ് നിന്നിൽ വസിക്കത്തില്ല. പക്ഷേ ഞാൻ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് വസിക്കും. ആ പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനും നിന്റെ അകത്ത് വസിക്കും. ആ വസിക്കുമ്പോൾ ആത്മാവിൽ നിനക്ക് തരുന്ന ഒരു വെളിപ്പാടുണ്ട്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഇപ്പോ നീ എന്നെയാണ് തിരിച്ചറിഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന്. പക്ഷേ ഹല്ലേലൂയ, നീ തിരിച്ചറിയുന്ന ഒരു സീസൺ വരും, നിന്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നെന്ന്. ആ സീസണിൽ ആമേൻ അവസ്ഥകൾ മാറുന്നത് നീ കാണും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അവിടെ ആ വെളിപ്പാടിനെയാണ് താക്കോൽ എന്ന് കർത്താവ് പറയുന്നത്. ഇപ്പൊ ഭൂമിയിൽ നീ കെട്ടുന്നത് സ്വർഗത്ത് കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. അതായത് സ്പിരിച്വൽ വേൾഡ് ഈസ് റിയൽ ദാൻ ദ മെറ്റീരിയൽ. നാം കാണുന്ന ഭൗതിക ലോകത്തെക്കാൾ യാഥാർത്ഥ്യമാണ് ആത്മീക ലോകം. അപ്പൊ അതുകൊണ്ട് ആത്മലോകത്തിൽ കാര്യങ്ങളെ സെറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് വി ആർ വാക്കിംഗ് ബൈ ഫ്ലഷ്. ഞങ്ങൾ ജഡപ്രകാരം നടക്കുന്ന, പക്ഷേ ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. കാരണം ഈ പ്രശ്നത്തിന് കാരണവും ഭൗതികമല്ല, ഇതിന്റെ സൊല്യൂഷന് ഭൗതികമല്ല. അതായത് നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ നമുക്കറിയാം, ഗതസരദേശത്തെ ഭൂതഗ്രസ്തനെ അവര് ഭൗതികമായി പല രീതിയിൽ അവനൊന്ന് പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിച്ച, നടന്നില്ല. യേശുവിനറിയാം ഇതിന്റെ സൊല്യൂഷൻ ജഡപ്രകാരമുള്ളതല്ല. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ
നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തില് അതിന്റെ 12-ാം വാക്യം മുതൽ വായിക്കാം, 11-ാം വാക്യവും ചേർത്ത് വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോ അവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത്, നാം ഈ ആയുധം ധരിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ്. അത് ഒരിക്കലും മാനുഷികമായി ജഡത്തിൽ ആരോടെങ്കിലുമുള്ള വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കാനായിട്ടല്ലത്. അധികാരങ്ങളോടും വാഴ്ചകളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും ഈ പ്രപഞ്ചത്തിലെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ് പോരാട്ടമുള്ളത്. അതുകൊണ്ട് 13-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട്. ഇവിടെ പറയുന്ന 2 ഗ്യാരണ്ടി ഉണ്ട്. ഈ 13-ാം വാക്യത്തിൽ പറയുന്ന 2 ഗ്യാരണ്ടി. ഒന്ന്, സകലതും സമാപിക്കും. 1. 2, ഉറച്ചു നിൽക്കാൻ, അതായത് ദുർദിവസത്തിൽ എതിർപ്പാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ. ഇവിടെ 2 കാര്യം. 1, എതിർക്കാനായിട്ട്. 2, ഉറച്ചു നിൽക്കുമെന്നൊരു പ്രോമിസ്, ഉറപ്പാണ്. നിങ്ങൾ ഇതിനകത്ത് ജയിച്ചിരിക്കും, അത് ഗ്യാരണ്ടി. അപ്പൊ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്, അതിനുവേണ്ടി സർവ ആയുധ വർഗം എടുത്തുകൊള്ളുവിൻ. സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. പുട്ട് ഓൺ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ സർവ ആയുധ വർഗം എടുത്തുകൊള്ളും. ഈ സർവായുധ വർഗം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ പല കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. രക്ഷ, വിശ്വാസം എന്ന പരിച, സുവിശേഷം എന്ന ശിരസ്ത്രം. അപ്പൊ നമ്മൾ അതിനെല്ലാം ശിരസ്ത്രമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സത്യം അരക്കി കെട്ടി, കവചം ധരിച്ച്, ചെരുപ്പ്, അതുപോലെ തന്നെ പരിച, ശിരസ്ത്രം, വാള്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെല്ലാം പല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, പല ആയുധങ്ങളായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വിശ്വാസം വേറെ, രക്ഷ വേറെ, ഇതിനെല്ലാം പല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു 14-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. അരയ്ക്ക് സത്യം കെട്ടി, അതായത് കെട്ടുക എന്നാണ് പറയുന്നത്. അതായത് ഉറപ്പിക്കുക, കെട്ടുന്നത് കൊണ്ട് ഉറപ്പിക്കുക, കൂടുതൽ സ്ഥിരതയാക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നൊക്കെയാണ് ഈ കെട്ടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അരയ്ക്ക് കെട്ടുക. അതായത് ഈ അരയ്ക്ക് കെട്ടുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബലത്തെ അല്ലെങ്കിൽ ശരീരത്തെ ഉറപ്പിക്കുന്ന മനോഭാവത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കുവാനായിട്ട് അരയ്ക്ക് കെട്ടുക. ഇപ്പൊ ഇവിടെ പറയുന്നത് അരയ്ക്ക് കെട്ടുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് ഉറപ്പുള്ളവർ, സ്ഥിരതയുള്ളവരാണ്. ഉറപ്പ് പ്രാപിക്കണം. നിങ്ങളുടെ അകത്ത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നിങ്ങളുടെ അകത്ത് അസാധാരണമായ ഒരു ഉറപ്പ് വേണം. അതാണ് ഈ അരയ്ക്ക് സത്യം കെട്ടി എന്ന് പറയുന്നത്. ബെൽറ്റിന് സമമായിട്ട് അരയ്ക്ക് കെട്ടുമ്പോൾ അത് ഉറപ്പിക്കുക, ശരീരത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട്, ഉറപ്പ് വരുന്നതായിട്ട്. അപ്പൊ ഇവിടെ സത്യം എന്നത് വേറെ ഏതോ ഒരു ആയുധമായിട്ടും അതിനെ വേറെ എവിടുന്നോ നമ്മളെ കണ്ടുപിടിച്ചുകൊണ്ട് വരണതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ദൈവവചനത്തില് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ ഒരു വാക്യമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ സത്യത്തെ നിങ്ങൾ അറിയണം. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ പല ആയുധങ്ങളായിട്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഒറ്റ ആയുധമേ ഉള്ളൂ. അതിനെ നമ്മൾ കാഴ്ചപ്പാടുകളിലൂടെ അല്ലെങ്കിൽ അത് അറിവിലൂടെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ അറിവിലൂടെ മാറ്റുകയാണ്. അതായത്
സത്യവും ദൈവവചനവും, ശിരസ്ത്രവും ദൈവവചനവും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എല്ലാത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവവചനമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് സത്യം. നിങ്ങൾ ഒരു വിഷയത്താൽ ഭാരപ്പെടുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ശാരീരികമായിട്ടൊരു വെല്ലുവിളി, രോഗം. ആ രോഗത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ സത്യം അരക്കി കെട്ടണം. ദൈവവചനമാകുന്ന സത്യം എന്താ? രോഗസൗഖ്യത്തെ കുറിച്ച് പറയുന്ന സത്യം. രോഗത്തെ കുറിച്ച് ലോകം പറയുന്ന, സാഹചര്യം പറയുന്ന, നിങ്ങളുടെ ശരീരം പറയുന്ന, സിംറ്റം പറയുന്ന നുണയല്ല. നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സത്യം നിങ്ങൾ പറയണം. സത്യം പറയണം. അതായത് ഒരു വ്യക്തിയുടെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തില് അതിന്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പൊ അവിടെ പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു ആകുന്ന തലയോളം സകലത്തിലും വളരുക. അപ്പൊ ഇവിടെ ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറഞ്ഞു വരുന്നത്, സ്നേഹത്തിൽ സ്പീക്ക് ദ ട്രൂത്ത്, സത്യം പറയണം. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു ശാരീരികമായ ഒരു രോഗം വരുമ്പോൾ, ഒരു ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ദൈവവചനത്തിൽ ഉള്ള സത്യത്തെ നിങ്ങൾ വിളിച്ചു പറയണം. ദൈവവചനം ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പറയണം. നമുക്കറിയാം, യേശുക്രിസ്തു ദേവാലയത്തിൽ പോയി ആത്മാവിന്റെ നിറവ് പ്രാപിച്ച്, യോർദാനിൽ സ്നാനപ്പെട്ട് ആത്മാവിന്റെ നിറവ് പ്രാപിച്ച്, മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് ആത്മശക്തിയോടെ വന്ന് ദേവാലയത്തിൽ വന്ന് തിരുവെഴുത്ത് വായിക്കാൻ തന്റെ കരങ്ങളിൽ ലഭിച്ചപ്പോൾ അവനത് ഉയർത്തി വായിച്ചിട്ട് പറഞ്ഞ കാര്യം, ഈ തിരുവെഴുത്ത് കേൾക്കയിൽ ഇതിന് നിവർത്തി വന്നിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട് മീ, അത് എന്നെ കുറിച്ചാണെന്നുള്ള ബോധ്യത്തിലെ കർത്താവ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഉറപ്പാണ്, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന സൗഖ്യം എന്നെ കുറിച്ചാണ്. അടിപ്പിണരാനുള്ള സൗഖ്യം അത് എന്നെ കുറിച്ചാണ്. ഞാനൊരു രോഗസൗഖ്യം എന്ന് പറഞ്ഞ് ഉദാഹരണമായിട്ട് എടുത്തു. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വെല്ലുവിളി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ച് കർത്താവിന്റെ പ്രോമിസ് എന്താണ് അത് വായിക്കുക. അത് ആ സത്യം വിളിച്ചു പറയുക. നിങ്ങളുടെ വീട്ടില് ഒരു ആത്മീക അനുഭവമില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയെ കുറിച്ച് എന്താണ് വചനം പറഞ്ഞത്? സത്യം. സത്യം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്. തലമുറ തെറ്റിപ്പോയി, പല ആളുകളിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്ന് തെറ്റായ ശീലങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് മാനസികമായിട്ട് തളർന്നു പോകാനുള്ള പല സാഹചര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് സത്യം പറയണം. എന്താണെന്നറിയോ? നിന്റെ തലമുറകളെ കുറിച്ച് എന്താണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പറയണം. സത്യം ആരൊക്കെ കേട്ടണം? അത് നിങ്ങളെ ഉറപ്പിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യം പറഞ്ഞ്, ദൈവവചനത്തിലെ സത്യം പറഞ്ഞ് 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 നിങ്ങളെ ഉറപ്പിക്കണം. സത്യത്താൽ നിങ്ങളെ ഉറപ്പിക്കണം. സത്യത്താൽ നിങ്ങളെ ഉറപ്പിക്കണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8:32 പറയുന്നത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാണ്. നമുക്ക് ഇതിന്റെ 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാന്റെ സുവിശേഷം 17:17, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ഇവിടെ നമ്മൾ സത്യം അരക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ തളർത്തുന്ന വിഷയമില്ലേ, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കേണ്ടത്, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ശാരീരികമായ വെല്ലുവിളിയാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു വെല്ലുവിളിയാന്നിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രോബ്ലം ആന്നിരിക്കട്ടെ, അവിടെ വചനമാകുന്ന സത്യത്തെ എടുത്തു കെട്ടണം. അതായത് ആ കാര്യത്തിന് അനുസൃതമായ ദൈവവചനമാകുന്ന സത്യത്തെ നിങ്ങൾ അരക്കി കെട്ടണം. പറഞ്ഞു ഉറപ്പിക്കണം. സത്യം പറഞ്ഞ് ഉറപ്പിക്കണം. എൻ്റെ ശരീരത്തിൽ രോഗം വരത്തില്ല, അത് വചനമാണ്. ആമേൻ. എനിക്ക് നിരാശ വരത്തില്ല, അത് വചനമാണ്. ഞാൻ തളർന്നു പോകത്തില്ല, അത് വചനമാണ്. വചനത്തെ നിങ്ങൾ എടുത്തെടുത്ത് അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റഡ് അങ്ങ് പറഞ്ഞ് പറഞ്ഞ് കൺഫസ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് സ്ട്രെങ്തൻ യുവർ ഇന്നർ മാൻ. അത് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ അകത്തൊരു ധൈര്യം ഉണ്ടാവട്ടെ, നിങ്ങളുടെ അകത്തൊരു ബലം ഉണ്ടാവട്ടെ, നിങ്ങളുടെ അകത്ത് ആത്മാവിലുള്ള ഒരു ബോൾഡ്നെസ് ഉണ്ടാകാനിടയാവട്ടെ. സത്യം അരക്ക് കിട്ടുക. യോഹന്നാന്റെ തന്നെ ലേഖനത്തില് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ പറയുന്നത്, ആത്മാവ് സത്യമാകുന്നു എന്ന് പറയും.
നമുക്ക് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ 7-ാം വാക്യം. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അപ്പൊ അവിടെ പറയുന്നത് ആത്മാവ് സത്യമെന്ന്. അതേപോലെ തന്നെ 2 യോഹന്നാന്റെ ലേഖനത്തില് 1-ാമത്തെ വാക്യം, നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം. ഈ സത്യം എന്ന് പറയുന്നത്, സത്യത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സത്യം ദൈവവചനമാകുന്ന സത്യം. സത്യം അരക്കി കെട്ടുക, ഉറപ്പിക്കുക, മുറുക്കുക, കൂടുതൽ ബോധ്യമുള്ളവരാകുക. അതെങ്ങനെയാണ്? നിങ്ങൾ ദൈവവചനം പറയുന്നു, ദൈവവചനം നിങ്ങൾ ആ സത്യം, അതായത് ആ സിറ്റുവേഷൻ എന്താണ്, ട്രൂത്ത് വചനത്തിൽ പറയുന്നതാണ് സത്യം. നിന്റെ വചനം സത്യമാകും. നീ വായ്പ വാങ്ങത്തിൽ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, അത് ട്രൂത്താണ്. നീ താഴ്ച പ്രാപിക്കത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും, അത് സത്യമാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾ എന്ത് വിഷയത്തിലാണോ വെല്ലുവിളി അനുഭവിക്കുന്നത്, ആ വെല്ലുവിളിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അതിൽ നിന്ന് ബലം പ്രാപിക്കത്തക്കവണ്ണമുള്ള വചനത്തെ, സത്യം അരക്കി കെട്ടണം. ആദ്യം നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ടാകണം, ഇതിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ വചനം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരു കാരണവശാലും പോഷ്കിൽ വിശ്വസിക്കാൻ ഞാൻ റെഡിയല്ല. സത്യം അരക്കി കെട്ടണം, സത്യത്തെ അരക്കി കെട്ടണം. അപ്പൊ ആ വചനം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും നല്ലത്. പക്ഷേ പല ദിവസങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ വിശ്വാസമില്ലാതെ ഇരുന്നാലോ? മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ല, നമുക്കൊരു ധൈര്യമില്ല. ഇത് പ്രാർത്ഥന കേട്ടോ, നടക്കൂ, സംഭവിക്കുമോ, ഇത് തെറ്റിപ്പോവോ, അബദ്ധമാകൂ, സംശയം വരും. നിങ്ങളുടെ ആരോഗ്യ വിഷയമാകട്ടെ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, സാമ്പത്തികമായ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിത സംബന്ധമായ വിഷയങ്ങൾ, ഏത് കാര്യത്തെയും നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് സത്യത്തെ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിച്ച് നിങ്ങളുടെ അവസ്ഥ മാറ്റും. സത്യത്തെ അരക്കി കെട്ടണം. അതായത് ഈ വാക്യം നിങ്ങൾ മറക്കരുത്, ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും സാധിക്കേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും അനിവാര്യമായത് എന്താണ്? നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു, അതിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടേതാക്കി മാറ്റണം. നിങ്ങളുടേതാക്കി മാറ്റണം. ആമേൻ. സത്യം അരക്കി കെട്ടുക, അതായത് ഉറപ്പിക്കണം. കൂടുതൽ ബോധ്യമുള്ളവരാകണം. ആ മേഖലയിൽ കൂടുതൽ ബോധ്യമുള്ളവരായിത്തീരണം. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, നിങ്ങളുടെ അവസ്ഥയെ മാറ്റിമറിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ ദൈവവചനത്തിലുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടാവും. ഉറപ്പിക്കണം, സത്യം അരക്കി കെട്ടുക. അപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ ദുർദിവസത്തിൽ ഉറച്ചു നിൽപ്പാൻ, എതിർത്ത് നിൽപ്പാൻ, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം എന്താണോ, അതിനെക്കുറിച്ച് വചനം എന്താണ് പറയുന്നതെന്ന് അറിവ് നിങ്ങൾക്കുണ്ടാകും. ആ ബോധ്യം നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, നിങ്ങളുടെ പെരുമാറ്റ രീതി ആകെ മാറിപ്പോവും. ഭയന്ന് നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ, ആമേൻ, ഒരു പാട്ടുണ്ടല്ലോ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര, അതുകൊണ്ട് പറയാം, അതിനെ കർത്താവ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? മരണത്തെ വെല്ലുവിളിക്കുക. പല്ലു തകർന്നാകുക, ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ വെല്ലുവിളിക്കുക. അതായത് ആ വചനത്തെ നമ്മുടെ ഉള്ളിൽ, അതായത് എൻ്റെ ഈ ജീവിത സാഹചര്യത്തെ കുറിച്ച് ദൈവവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് ഇതല്ലാതെ എന്നിൽ ഒന്നും സംഭവിക്കത്തില്ല.
പൗലോസ് റോമിലേക്ക് പോയ തന്റെ കൂട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ സേവിച്ച് നിൽക്കുന്നവൻ എന്റെ ഉടയവനുമായ ദൈവം തന്റെ ദൂതൻ എന്റെ മുമ്പിൽ വന്നു. പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ കൈസറുടെ മുമ്പിൽ നിൽക്കും, ഉറപ്പാ. ഈ എന്റെ കൂടെ ഉള്ള ആരും നശിച്ചു പോകത്തില്ല, അത് ഉറപ്പാ. പൗലോസ് പറഞ്ഞ കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ നടക്കും, തന്നെ സംഭവിക്കും. അപ്പൊ അവിടെ എന്താണ് പൗലോസിന്റെ ഉറപ്പ്? ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അബ്രഹാമിനോടായിരുന്നു ഉറപ്പാണ്. അബ്രഹാമിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കാരണം എന്താ? കർത്താവ് പറഞ്ഞ വചനം, ആ സിറ്റുവേഷനോട് ചേർന്ന് പറഞ്ഞ വചനം, നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞ വചനം, ദാവീദിനോട് നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കുമെന്ന് പറഞ്ഞു. കർത്താവ് എന്തു പറഞ്ഞോ ആ വാക്കിലുള്ള ഉറപ്പാണ് നമ്മുടെ സത്യം അരക്ക് കെട്ടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ ആ സമയത്ത് ആയുധം തപ്പാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ സമയം കണ്ടെത്തി, തിരക്കുകളുടെ നടുവിലും സമയം കണ്ടെത്തി ദൈവവചനത്തെ വായിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായതിന്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് വിളിച്ചു പറയുക, ഉറപ്പിക്കുക, അരക്ക് കെട്ടുക എന്ന് പറയുന്നത് വചനം പറയുന്നത് കൂടുതൽ ഉറപ്പുള്ളതാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. യെസ്, അങ്ങനെ വർദ്ധിച്ചു വരാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങളിന്ന് സർവായുധ വർഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങൾക്കൊത്തവണ്ണമാണ് ഞങ്ങൾ ചലിക്കുന്നത്. ഞങ്ങളുടെ അറിവനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവേ, നിന്റെ വചനം പറയുന്ന പോലെ അല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ സംഭവിക്കുകയില്ല എന്ന ആഴമേറിയ ബോധ്യത്തോടുകൂടി നിൽപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അറിവില്ലായ്മകളും കർത്താവെ ഉറപ്പില്ലായ്മയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റി ദൈവവചനത്തിലുള്ള ആഴമേറിയ ബോധ്യം ഞങ്ങൾക്ക് തന്ന് ഏത് സാഹചര്യത്തെയും ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും ജീവനും ചലിക്കട്ടെ. അത്ഭുതങ്ങളെ ചെയ്തു കഴിഞ്ഞാട്ട് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് ഒരു പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചൊരു വെളിപ്പാട്. അതായത് പല ആയുധങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ദൈവവചനം. ആ വചനത്തെ നമ്മൾ അതത് സാഹചര്യത്തിലെടുത്ത് ഉപയോഗിക്കുന്നതിനാണ്. അപ്പോൾ വചനമാകുന്ന സത്യം. നമ്മളെ അടുത്ത എപ്പിസോഡ് നമ്മൾ നീതിയെ കുറിച്ച്. നിങ്ങൾ ഈ പ്രോഗ്രാം മിസ് ചെയ്യരുത്. നിങ്ങൾ നിശ്ചയമായിട്ട് കാണണം. മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. അത് അവർക്കും അനുഗ്രഹമായി തീരും നിശ്ചയമായിട്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.